ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. പുതുമയുള്ള വിഭവങ്ങൾ കഴിക്കാൻ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പം നമ്മൾ വ്യത്യസ്തമായ പല പല വിഭവങ്ങളും ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു വ്യത്യസ്തമായ വിഭവമാണ് ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നൂഡിൽ കൊണ്ടുള്ളൊരു വിഭവമാണ്. സാധാരണയായിട്ട് നമ്മൾ നൂഡിൽ പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ചൈനീസ് സ്റ്റൈലിലാണ് കൂടുതലായിട്ടും നൂഡിൽസ് തയ്യാറാക്കുന്നത്. മിക്സ്ഡ് നൂഡിൽസ് ഉണ്ട്, ചിക്കൻ നൂഡിൽസ് ഉണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ. ഇത് ആ ഒരു രീതിയിലല്ല ചെയ്യുന്നത്, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലാണ് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചൊക്കെ. ഏതായാലും ഇതിൻ്റെ പേര് ക്രീംഡ് ചിക്കൻ നൂഡിൽസ്. അപ്പോൾ ക്രീംഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി, ഒരു ക്രീമി ആയിട്ടുള്ളൊരു ബേസ് ഉള്ളൊരു നൂഡിൽ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്നൊരു കാര്യമായിരിക്കും. ഒരുപാട് സ്പൈസിയൊന്നുമല്ല, വേണമെങ്കിൽ സ്പൈസി ആക്കാം, അങ്ങനെയല്ല. എന്നാലും ഈ ക്രീംഡ് ചിക്കൻ നൂഡിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 2 വലിയ ലെഗ് പീസ്, വെള്ളം 6 കപ്പ്, ബേ ലീഫ് അഥവാ വയണയില 2 എണ്ണം, സെലറി ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സവാള 2 ഇടത്തരം ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് സ്ലൈസസ് ആയിട്ട് മുറിച്ചത് 2 കപ്പ്, മൈദമാവ് 2 ടേബിൾ സ്പൂൺ, പശുവിൻ പാൽ 2 കപ്പ്. ഇത് എഗ് നൂഡിൽസ്. അപ്പോൾ നമുക്കിനി ഗ്യാസ് കത്തിക്കാം. എന്നിട്ട് പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഒരു ചൂട് കട്ടിയുള്ള പാത്രം, അതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം അളന്നത്, സാധാരണ വെള്ളം 6 കപ്പ്. 6 കപ്പ് വെള്ളം അളന്നൊഴിച്ചിട്ട് അതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന 2 ചിക്കൻ്റെ വലിയ കാലുകൾ കഴുകി വൃത്തിയാക്കി, തൊലി കളഞ്ഞതാകാം, തൊലിയോട് കൂടിയാണെങ്കിലും കുഴപ്പമില്ല. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഫാറ്റ്, ഇപ്പോൾ തൊലി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫാറ്റ് കൂടും, അതുകൊണ്ടാണ് ഞാൻ തൊലി മാറ്റിയത്. അതിൻ്റെ ആ നെയ്യ് കൂടുതലായിട്ട് ഇതിലേക്ക് വരും. നെയ്യ് വേണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ആ സ്കിൻ, അതിൻ്റെ തൊലി മാറ്റിയിട്ട് ആ വലിയ 2 ലെഗ് പീസ്. ഇനി ഇതിലേക്ക് ബേ ലീഫ് എന്ന് പറയുമ്പോൾ പട്ടയുടെ ഇലയാണ്, അത് വയണ ഇല എന്ന് നമുക്ക് പറയാം. ബേ ലീഫ് 2 എണ്ണം അതിനകത്തേക്ക് ഇടുന്നു. പിന്നെ വേണ്ടത് സെലറിയാണ്. സെലറി ഇപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞാണ് ചേർക്കുന്നത് ആദ്യം. ഇത് ഏതാണ്ട് ഒരു 1/4 കപ്പുണ്ട്, അതിൻ്റെ തണ്ട് മാത്രം. ഇത് കൂടാതെ അതിൻ്റെ കുറച്ച് ഇലയും അതിൻ്റെ വലിയ എൻ പീസൊക്കെ ഇത് നമുക്ക് പിന്നെ എടുത്തു മാറ്റാം. ഈ ബേ ലീഫും നമ്മൾ എടുത്തു മാറ്റും, ഈ തണ്ടായിട്ട് കിടക്കുന്ന സെലറിയുടെ ഭാഗവും എടുത്തു മാറ്റും. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞു. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, ഇത് ഏതാണ്ട് ഒരു 1 ടീസ്പൂൺ വരെ ചേർക്കാം. എത്ര എരിവ് വേണം അതനുസരിച്ചിട്ട് 1/2 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങളായല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള അരിഞ്ഞത്, സവാള 2 എണ്ണം അരിഞ്ഞത്. ഇനി എന്താ ഉള്ളത്? ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി ക്യാരറ്റ്, ഒരു 2 കപ്പ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തത്, വട്ടത്തിന് പോലെ അരിഞ്ഞത്. വട്ടമല്ല, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് മുറിച്ചിട്ട് പിന്നെ റൗണ്ടായിട്ട് അരിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് ഇതൊന്ന് വേകട്ടെ. ചിക്കൻ്റെ പീസസൊക്കെ നന്നായിട്ട് വേകണം, മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ കിടന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങി, നമുക്ക് ശരിക്കും വേണ്ടത് ആ സ്റ്റോക്കാണ്. ഇത് വേകുന്ന വെള്ളം എല്ലാം വേണം നമുക്ക്. എന്നിട്ട് പിന്നെ ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് കാണാം. എന്തായാലും ഇത് വെയിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും.